വടക്കൻ കേരളത്തിന്റെ വാൾപ്പയറ്റിന്റെ ചരിത്രത്തിൽ ഉണ്ണിയാർച്ചമാർ ഏതോ നൂറ്റാണ്ടിൽ സംഭവിച്ചൊരു അത്ഭുത കഥയല്ല. ആണധികാരത്തിന്റെ ആയുധപ്പുരകളെല്ലാം വായ്ത്തലകൾ മൂർച്ച കൂട്ടുന്ന ഏതു കാലത്തും നമുക്ക് ഉണ്ണിയാർച്ചമാരെ ഉറുമിപ്പയറ്റോടെ തന്നെ ഉച്ചത്തിൽ കേൾക്കാം. നാട്ടധികാരത്തിന്റെ മാമൂലികൾക്കെതിരെ ആയുധം കൊണ്ടും അഭ്യാസം കൊണ്ടും തടുത്തും കൊടുത്തും മുന്നേറുന്ന ഒരു സ്ത്രീ ജീവിതം അത് ഈ പഴയ കടത്തനാടൻ മണ്ണിൽ നിന്നാകുമ്പോൾ അവരെയും നമുക്ക് ഉണ്ണിയാർച്ച എന്നല്ലാതെ വിളിക്കാൻ മറ്റെന്ത് വിളിപ്പേരാണുള്ളത്? പഴയ കടത്തനാടിന്റെ ആയോധന ചരിത്രത്തിലേക്കുള്ള ആദ്യത്തെ കവാടം വടകരയിലെ ലോകനാർക്കാവിൽ നിന്ന് തുടങ്ങുന്നു. കടത്തനാട്ടിലെ കളരിവീരന്മാരെല്ലാം പണ്ട് ആയുധമെടുക്കുമ്പോൾ താണുവണങ്ങുമായിരുന്ന കുലദൈവമാണ് ലോകനാർക്കാവിൽ അമ്മ. തെക്കു നിന്നുള്ള PK ശാരംഗപാണി എഴുതിക്കൂട്ടിയ വടക്കൻ പാട്ടു സിനിമകളിലെ വീരനായകന്മാരെല്ലാം ലോകനാർക്കാവിലമ്മയ്ക്ക് മുന്നിൽ സത്യം ചെയ്താൽ അത് അങ്കത്തട്ടിലെ അവസാന വാക്കാണ്. ഇപ്പോഴും തച്ചോളി മേപ്പയിൽ തറവാട്ടിലെ ഒതേനന്റെയും പുത്തൂരൻ തറവാട്ടിലെ ഉണ്ണിയാർച്ചയുടെയും കഥ കേട്ടാൽ ലോകനാർക്കാവിലെ ഓരോ മണൽത്തരിയും പുളകം കൊള്ളും. വടക്കൻ പാട്ടുകളിലൂടെ ഒഴുകിപ്പോയ ആ കാലവും കഥകളും മലയാളിയുടെ ഏറ്റവും പ്രശസ്തമായ തനത് ആയോധന കലയിലൂടെ തിരിച്ചു വരുന്ന അത്ഭുതത്തിനാണ് നാം ഇവിടെ സാക്ഷിയാവുന്നത്. വടക്കൻ പാട്ടുകളിലെ ധീരവനിതയായ ഉണ്ണിയാർച്ചയുടെ ശരിയായ ജീവിത കാലയളവിനെക്കുറിച്ച് ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. ചരിത്രത്തിലെ ഏറ്റവും ജീർണിച്ച ആണധികാരത്തോടും അധമത്വത്തോടും ഒറ്റയ്ക്ക് ചെറുത്തു നിന്ന ഉണ്ണിയാർച്ച ഏതു കാലത്ത് ജീവിച്ചിരുന്നാലും പോരടിച്ചാലും ഇപ്പോഴും ഇതേ മണ്ണിൽ പല ജീവിതങ്ങളിലൂടെ വാളും പരിചയമേന്തുന്നത് കാണാം. കളരി വരുമ്പോൾ ഉണ്ണിയാർച്ചയുടെ കഥകളെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉണ്ണിയാർച്ച നാദാർത്തൊക്കെ വന്ന് ഒക്കെ ഉണ്ടായി അവരെ ബുദ്ധിമുട്ടിച്ച് അവർ ജയിച്ചു വന്ന്. അപ്പോൾ അവർ ജയിച്ചു വന്നുകൊണ്ട് നിങ്ങളെന്താണോ ഉണ്ണിയാർച്ച എന്ന് കളരി ഇപ്പോൾ ഇത് പണ്ടത്തെ ഉണ്ണിയാർച്ചയാണല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉണ്ണിയാർച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കത് ഉണ്ടാവുമല്ലോ ശക്തി. അതേപോലെ കളിക്കുമ്പോൾ നീ പണ്ടത്തെ ഉണ്ണിയാർച്ചയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു കേൾക്കാൻ സുഖമാണല്ലോ. ആൺപെൺ വ്യത്യാസമില്ലാതെ പഴയ കടത്തനാടിൻ്റെ ആയോധന ലഹരിയായിരുന്ന കളരിപ്പയറ്റിന് 76 വയസ്സായ മീനാക്ഷി ഗുരുക്കളേക്കാൾ വേറൊരു ബ്രാൻഡ് അംബാസിഡർ ഇല്ല. പ്രായത്തെ സൂചിപ്പിക്കുന്ന 76 എന്ന സംഖ്യയെ അപ്രസക്തമാക്കുന്നതാണ് അവരുടെ അത്ഭുതകരമായ അഭ്യാസ പ്രകടനം. ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ 7 വയസ്സിലാണ് കളരിയിൽ വരുന്നത്. അന്നത്തെ കുട്ടികൾ ചെറിയ ആൺകുട്ടികൾ എൻ്റെ വീട്ടിനടുത്തൊക്കെ കളരിയിലേക്ക് പറഞ്ഞ് കണ്ടിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞയച്ചത്. ഞാൻ അവരെ കൈയും പിടിച്ചിട്ടാണ് വന്ന് കളരിയിൽ ചേർന്നത്. അതിനുശേഷം എന്ന് വെച്ചാൽ അന്നത്തെ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ ഭക്ഷണമൊന്നും വീട്ടിലങ്ങനെ ഇല്ലാത്ത കാലഘട്ടമാണ് അന്ന്. അപ്പോൾ കളരിയിൽ പോയാൽ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും. അതിന് സ്പെഷ്യലായിട്ടൊരു പത്തിരിയും
വേറെ തന്നെ ഭക്ഷണം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെ കുട്ടികൾ കളരിയിൽ വരും. ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് അതല്ല, ഇന്ന് എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ഭക്ഷണമാണ്. 3 കൊല്ലം ശരിക്കും മേയ്പ്പായിട്ട് കഴിച്ചതിന് ശേഷമാണ് വടി കൊടുക്കുന്നത്. മുച്ചാണ്, കെട്ടുകാരി, ഒറ്റ, ഇതൊക്കെ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വടിപ്പയറ്റിലേക്ക് കടക്കുന്നത്. അതിന് ശേഷമാണ് അങ്കത്താരിയിലേക്ക് പോകുന്നത്. വാള്, പരിച, കത്തി, ഉറുമി, കുന്തം, ഇതെല്ലാം അതിന് ശേഷം. അതും പഠിച്ചതിന് ശേഷമാണ് വെറും കൈ, ആയുധമൊന്നും ഇല്ലാണ്ട് എടുക്കുന്നതാണ് വെറും കൈ. അങ്ങനെ 4ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാൽ പറഞ്ഞു കുട്ടോന്നിക്കൊണ്ടിട്ട് 100 കൈകൊട്ട് കഴിച്ചു. കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാൽ പറഞ്ഞു ഇടത്തമത്തെ കെട്ടി നോക്കും. 6-ാം വയസ്സിൽ അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പഠിപ്പിച്ച ആദ്യത്തെ ആയോധന മുറയുടെ അതേ പവിത്രതയോടെയും വിശുദ്ധിയോടെയും തന്നെയാണ് മീനാക്ഷി ഗുരുക്കൾ ഓരോ അടവും തടവും പകർന്നു നൽകുന്നത്. അഭ്യാസികൾക്ക് കളരിയിൽ പ്രായഭേദമില്ല, ലിംഗഭേദമില്ല, ജാതിമത ഭേദമില്ല. ഭർത്താവ് രാഘൂട്ടി ഗുരുക്കൾ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിന് കടത്തനാടിൻ്റെ ഈ വീരപാരമ്പര്യം കൈമാറുക എന്നതിനപ്പുറത്ത് വേറെ ലക്ഷ്യങ്ങളുമില്ല. ഓരോ പ്രായത്തിലും ഓരോ അങ്ങനെ കളിക്കുക എന്ന് പറയുന്നത് അതെന്തോ വലിയൊരു സംഗതി തന്നെയാണ്. അതിപ്പോൾ നിങ്ങളൊരു 1000 സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇത് കളിക്കണം എന്ന് പറഞ്ഞാൽ 1000 ലക്ഷങ്ങൾ തന്നെ ആയാലും പ്രയാസമായിരിക്കും. അതെന്തോ ഓരോ അന്ന് പഠിച്ചതിൻ്റെ എന്തോ ഒരു കൈപ്പുണ്യം നമ്മളെ ഗുരുക്കളെ ഭാര്യയായി തന്നെ വന്നു. എന്റെ ഭർത്താവല്ല എന്നെ പഠിപ്പിച്ചേ. അതുകൊണ്ടുള്ള അന്നത്തെ ശിക്ഷണത്തിന്റെ പവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയായി. 7 വയസ്സിൽ ഞാൻ വന്ന അന്നേ മാഷ എന്നെ കല്യാണം കഴിച്ച അത് വേറെ. പക്ഷെ അന്നേ ഞാൻ എപ്പോഴും പേടി തന്നെ എനിക്ക്. ഞാൻ ആടിപ്പാടി ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവർ പറയും പ്രേമം മരം ചുറ്റി പ്രവേശിക്കാൻ, അങ്ങനെയൊന്നുമില്ല. ഇവരെപ്പോൾ എന്നെ കളിയാക്കും. ഞാൻ 7 വയസ്സിൽ വന്ന് മാഷ് അന്ന് ഞാൻ ഡാൻസും കളിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ തന്നെ കളിക്കുമ്പോൾ ഡാൻസ് മാഷും പറയും നമ്മൾ ആദ്യമാണ്. അപ്പോൾ ഡാൻസ് മാഷ് മേക്കപ്പ് ഒക്കെ ചെയ്യണ്ടല്ലോ മാഷെ, ഞങ്ങളെ കളിച്ചിട്ട് നിങ്ങൾ കഴിച്ചോ. സമ്മതിക്കും, എല്ലാ മനസ്സോടെ സമ്മതിക്കും. പിന്നെ മാഷൊക്കെ തോന്നി എനിക്ക് കളരി തന്നെ പഠിപ്പിച്ചാലേ ശരിയാവും. ഡാൻസ് പഠിപ്പിച്ചാൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടൂല. ഞാൻ ഡാൻസിനെ വിട്ട് കളരിക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത്. ഒരു 17 വയസ്സായപ്പോൾ മാഷ അന്വേഷിച്ച് നമ്മളെ വീട്ടിൽ മാഷ അന്വേഷിച്ച്. അതെ അതെ അതെ, കളരി തന്നെ. കളരി ഞാള് പറയും പ്രേമിച്ചു തന്നെയാണ്. ഞാൻ പ്രേമിച്ചത് മാഷ ആ അഭ്യാസം എടുത്തിട്ടില്ല. ഇവര് കളിയാക്കിക്കോട്ടെ. പക്ഷെ അന്നും എനിക്ക് പേടിയാ. കുട്ടികളും ചോദിക്കും ഈ മാഷ മുഖത്ത് നിങ്ങൾ എങ്ങനെയാ നോക്കുന്നത് വെച്ചാൽ ഏതു നേരവും ഭീകരതയാ. അപ്പോൾ പിള്ളേരുടെ ഈ സിംഹം കൊനാക്കുത്തിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കളിച്ചതെന്നെല്ലാം ചോദിക്കും പിള്ളേർ എന്നോട്. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല അന്ന്. പക്ഷെ ചെറുതിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അങ്ങ് ശീലിച്ചു പോയി. പിന്നെ 17-ാം വയസ്സായപ്പോൾ മാഷ് വേറെ ആൾക്കാരെ കൊണ്ട് അച്ഛനോട് ചോദിപ്പിച്ച് അങ്ങനെയാണ് കല്യാണം കഴിച്ച് 4 മക്കളുമായി. ഞാൻ എവിടെയും പോയില്ല, അവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് മറന്നു പോയില്ല. നമ്മൾ അത് ടച്ച് വിട്ടുപോയാലല്ലേ അത് മറന്ന് അതില്ല. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും കളരിയിലുണ്ട്. അതുകൊണ്ട് മറന്നു പോകാണ്ട് പോയി. കളരിക്ക് പുറത്ത് മീനാക്ഷിയമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ്. കളരിയിലാണ് അവരുടെ അസാധാരണത്വം. 2 ആൺമക്കളും 2 പെൺമക്കളും അക്ഷരം പഠിക്കും മുമ്പേ പഠിച്ചത് കളരിപ്പയറ്റാണ്. മക്കളെപ്പോലെ തന്നെ 100 കണക്കിന് പയറ്റുകാർക്ക് മീനാക്ഷിയമ്മ ഇന്ന് ഗുരുക്കളാണ്. പണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നില്ലല്ലോ. പേടിച്ചിട്ട് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല. ഇന്നത്തെ സ്ത്രീകളതല്ല, ഏത് സമയത്തും വേണമെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനുള്ള ചുറ്റുപാടെന്ന് വെച്ചാൽ അവർക്ക് അങ്ങ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും കളരിയിൽ വന്ന് ചേരുന്നുണ്ട്. അവർക്ക് പഠിക്കണം, അഭ്യസിക്കണം, അവരെ എന്തും നേരിടാനുള്ള ഒരു കഴിവ് കിട്ടുന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളെന്നല്ല മുതിർന്നവരും അമ്മമാരും ഒക്കെ കളരിയിൽ വന്ന് അഭ്യസിക്കുന്നുണ്ട്.
കുട്ടനാടൻ മണ്ണിൻ്റെ ഓരോ ഇടവഴിയും ഉറുമി പോലെ പുളഞ്ഞു പോകുന്നത് കളരിപ്പയറ്റിൻ്റെ കഥകളിലേക്കാണ്. തച്ചോളി ഒതേനൻ്റെ ദാരുണമായ ജീവിതകഥ പറയുന്ന തച്ചോളി മാണിക്കോത്ത് തറവാട്ടിൻ്റെ ഒരംശം ഇവിടെ ഇപ്പോൾ ക്ഷേത്രമായി സംരക്ഷിക്കുന്നു. കുംഭമാസത്തിലെ തിറയുത്സവം വന്നാൽ തറവാടിൻ്റെ മുറ്റം രക്തം വീഴാത്ത ഒരു അങ്കത്തട്ടാണ്. അങ്ങനെ കണ്ട ഒരു 10-20 ഗുരുക്കന്മാരുടെ പാരമ്പര്യം ഇതാണ് നമ്മളെ പരിചയത്തിലുള്ളത്. അതിൽ നമ്മളെ ഗുരുക്കൾ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ കൂറ്റാരി ഗോവിന്ദൻ ഗുരുക്കളെടുത്ത് അയാൾ അഭ്യാസിയാണോ എന്ന് പരിശോധിക്കാൻ തെക്കൻ കളരികളിൽ നിന്ന് പല ആൾക്കാരും പണ്ട് കാലത്ത് വരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗം ഒരു ദിവസം വന്നപ്പോൾ തന്നെ അയാളുടെ ഭാര്യയോട് പറഞ്ഞ് കഞ്ഞി കൊണ്ടാക്കാൻ പറഞ്ഞ് ആവശ്യപ്പെട്ട് അതിന് രണ്ടാക്കും കഞ്ഞി അന്നത്തെ കോനാല് കഞ്ഞി വെച്ചു കൊടുത്ത് 2 തേങ്ങയും ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് രണ്ടാളെ. ഗോവിന്ദകുറുപ്പ ഗുരുക്കൾ വന്നപാടെ തന്നെ ആദ്യം തന്നെ തേങ്ങ കഞ്ഞിയിലേക്ക് പിഴിഞ്ഞ് പിണ്ടി അങ്ങ് ചാടുകയും മറ്റേ ആൾ തേങ്ങ കണ്ടപാടെ തന്നെ ഇതെന്താ തിരികെ അയാൾ അന്നേരം തന്നെ ഗുരുക്കളെ കാലും പിടിച്ചിട്ട് പോയൊരു കഥ മാഷൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രമാത്രം പ്രതാപികളായ വലിയ അഭ്യാസികളാണല്ലേ ഏതൊക്കെ തരത്തിലുള്ള ഒരു അന്നത്തെ ഒരു ഇന്നത്തെ പോലുള്ള ഒരു കളരി ആയിരിക്കില്ലല്ലോ അല്ലേ? അല്ലല്ല, അന്നത്തെ പഠിപ്പിക്കലിന്റെ രീതി തന്നെ ഒരുപാട് മാറ്റമുണ്ട്. ഇന്ന് അതുപോലെ കുട്ടികൾ അതിന് തയ്യാറുമല്ല. അന്ന് ഗുരുകുല സമ്പ്രദായ രീതിയിൽ തന്നെ ഞങ്ങളെ ചെറുപ്പത്തിൽ വരെ മാഷ ഗുരുക്കളെ വീട്ടിലുള്ള എല്ലാ പണികളും അവിടെയുള്ള ഇന്ന് കാണുന്ന മരങ്ങൾ വരെ ഞങ്ങൾ ചെറുപ്പത്തിൽ കുഴിച്ചിട്ട മരങ്ങളാണ്. ചക്ക ഉണ്ടായിപ്പോ പശുവിന്റെ ആല കഴുകണോ, പശുവിന്റെ ചാണകം പാരണോ, ചെറുപ്പത്തിൽ 10-15 വയസ്സിലുള്ള പശുവിനെ കറക്കണോ, പുല്ല് പശുവിന് വാങ്ങിക്കൊണ്ടുവരണോ, ഇതിന്റെ പുറമെ ചുരുട്ട് വരെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇന്നത്തെ കുട്ടികളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ആ രീതിയും മാറ്റി പഠിപ്പിക്കുന്നത്. കളരി അടിച്ചു വരാൻ പറഞ്ഞാൽ പോലും ഇപ്പം കുട്ടികൾ അടിച്ചു വരുന്നില്ല. അന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ കളരി എത്തിയ കളരി അടിച്ചു വരണം, വൈകുന്നേരം വന്നിക്കണ്ട വൈകുന്നേരം അടിച്ചു വരണം, രാത്രി വന്നാൽ രാത്രി അടിച്ചു വരണം. ഇതിന്റെ പുറമെ കളരി തുടങ്ങുമ്പോൾ തന്നെ പൂത്തറയമ്മന്റെ മുകളിൽ തുമ്പമുട്ടിടും. ഇന്ന തുമ്പമുട്ട് പരിസരത്തായിട്ട് നശിച്ചു പോയി. ഞങ്ങളൊരു 10-17 വയസ്സ് വരെ അതിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം തുമ്പ എവിടെയും കാണുന്നില്ല. ഇന്ന് ആൾ ഇവിടെ കണ്ടാരാ ബിജുവിനോട് പറഞ്ഞതാ തുമ്പ ഇതാ കണ്ടമാനോ ഇവിടെ അമ്പലത്തില് ഡെയിലി 3 നേരം വന്നിട്ടിട്ടാണ് പരിശീലനം. തച്ചോളി മേപ്പയിൽ നായർ തറവാടിനും പുത്തൂരം ഈഴവത്തറവാടിനുമായിരുന്നു പണ്ട് അംഗത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും കുത്തക. ജാതികഥകൾ എന്തായാലും ഉണ്ണിയാർച്ച കേരളത്തിലെ ഒരു ധീര വനിതയായിരുന്നുവെന്ന കാര്യത്തിൽ സംശയമില്ല. നാദാപുരം അങ്ങാടിയിൽ അവർ ഉറുമി വീശിയത് മുഴുവൻ സ്ത്രീ സമൂഹത്തിൻ്റെയും ആത്മാഭിമാനത്തിന് വേണ്ടിയായിരുന്നു. പെണ്ണായ ഞാനോ വിറക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നതെന്തേ എന്നാണ് വടക്കൻ പാട്ടിൽ ഭർത്താവ് ആറ്റുമടമേൽ കുഞ്ഞിരാമനോടുള്ള ഉണ്ണിയാർച്ചയുടെ ചോദ്യം. മലയാളി ആണത്വം വെറും കുഞ്ഞിരാമന്മാരാകുന്ന കാലത്ത് മീനാക്ഷി ഗുരുക്കളുടെ പയറ്റിൻ്റെ പ്രതിരോധാർത്ഥം വലുതാണ്. എന്ത് ഡാൻസ് കളിച്ചാലും ഡാൻസ് അല്ല കളരിപ്പയറ്റ്, ഡാൻസ് വേറെ കളരിപ്പയറ്റ് വേറെ. എന്തിനേയും തടുക്കാനാണ് ഡാൻസ് ഇങ്ങനെ അഭിനയിച്ച് ആക്ഷനാക്കി പോകുന്നതല്ലുള്ളൂ. കളരിപ്പയറ്റ് അതല്ല, എന്തിനേയും തടുക്കാനുള്ള ഒരു ശക്തി അവർക്ക് ഒരു ഊർജം കിട്ടുന്നുണ്ട്. മനസ്സിന് ഒരു ശക്തി ഉണ്ടാവും. എന്തായാലും ഇങ്ങനെയും പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും രാത്രി പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, എനിക്കത് ഭയമില്ല. എന്ത് കുരിക്കാലും ഞാനൊരു പെണ്ണല്ലേ. ഇല്ല, എനക്കൊരു പേടിയില്ല. ഫ്യൂഡലിസം കൊടികുത്തിവാണ മധ്യകാല കേരളമാണ് കളരിപ്പയറ്റിൻ്റെ പ്രതാപകാലം. കളരി വീരന്മാരിൽ പകപരത്തി അങ്കക്കോഴികളെപ്പോലെ വെട്ടിയും കൊന്നും തീർക്കുന്നതായിരുന്നു അന്നത്തെ നാടുവാഴി രാഷ്ട്രീയം. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തദ്ദേശീയരിൽ നിന്ന് ശക്തമായ ഒരു എതിർപ്പുയരാതിരിക്കാൻ കളരിപ്പയറ്റിന് നിയന്ത്രണം കൊണ്ടുവന്നു. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം പുനരുദ്ധരിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ കളരിപ്പയറ്റ്.
ഇന്നത്തെ കുട്ടികൾ ഇപ്പൊ ഒരു വിദ്യ എന്ന് തന്നെ പറയുന്നത് ഗജവടിവിൽ നിൽക്കുന്ന നമ്മളെ മാഷ ഗുരുക്കളെ ലാസ്റ്റ് കണ്ടതാ നിൽക്കുന്ന ആളെ ഒരു 10 ആൾ അപ്പുറന്ന് ഇപ്പുറന്ന് തള്ളിക്കഴിഞ്ഞാല് ഞാൻ കാല് പറഞ്ഞില്ലേ തള്ളിയാ നീങ്ങൂല അത് ഉറച്ചു നിൽക്കും. ഇന്നത്തെ ആരത്തില്ല അങ്ങ് പോകുന്നുണ്ട്. പണ്ട് ഗുരുക്കന്മാർ പരിശോധിക്കുക തള്ളലല്ലേ നിന്നിട്ട് തള്ളി ഒന്ന് തള്ളി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ നോക്കുവര് അത് പോവില്ല. അതിന്റെ ചുമടുമ്പളെടുത്ത് വെക്കുമ്പോൾ അതിന് പരിശീലിക്കാൻ നിൽക്കുന്നില്ല. അത്രയും നേരം സമയം അതിന് വേണ്ടിയിട്ടുള്ള സമയം എടുക്കണം. 3 മണിക്കൂറെങ്കിലും ഡെയിലി എടുത്ത് ഒരു 6 മാസമെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണ് ഈ സാധനമാവും. ഇന്നത്തെ കുട്ടികളാരും അതിന് കിട്ടുന്നില്ല, അതിന് താല്പര്യമില്ല. ഇന്ന് 2 ദിവസം മെയ്യർക്കം കഴിയുമ്പോൾ കത്തിയിട്ട് തരുവാന്ന് ചോദിക്കുന്ന കുട്ടികൾ 90%. അപ്പൊ ചോദിക്കും പൈസ തരുമോ, ഇപ്പൊ അങ്ങോട്ട് പൈസ തന്നാ തരൂലേ എന്നുള്ള അങ്ങനത്തെ ഇല്ലാണ് ഇക്കാലത്ത് കളരിയുള്ളത്. പക്ഷെ അന്ന് വെച്ചാൽ കുട്ടികളെ ഓരോ കുട്ടിയും കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നേ കുട്ടിക്ക് അതിനുള്ള കാലത്തും ഉണ്ട്. കളരി 100 കുട്ടികളെയും കളരിപ്പയറ്റിനെ പൂർണ്ണതയിൽ പഠിപ്പിക്കൂല. അവന്റെ 10 ലക്ഷണങ്ങൾ നോക്കിയതിന്റെ ശേഷം ആണ് ഓനെ മേലോട്ടുള്ള വിദ്യയിലേക്ക് പ്രവേശിപ്പിക്കും. ഇല്ലെങ്കിൽ ദോഷമായിരിക്കും. സ്ത്രീ ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും ശക്തിയാർജിക്കേണ്ടുന്ന കാലമാണിത്. എപ്പോഴും ഇരയായി തന്നെ സ്വയം നിർമ്മിച്ചുകൊണ്ടുള്ള നിസ്സഹായമായ ചില വേഷം കെട്ടലുകൾക്കപ്പുറം സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തെ എടുത്തണിയാനുള്ള ഒരു വഴിയാകുന്നു കളരിപ്പയറ്റ്. മീനാക്ഷി ഗുരുക്കൾ പയറ്റിയ ജീവിതമാണ് അവരുടെ സന്ദേശം. മീനാക്ഷി നമുക്ക് ഇപ്പോൾ 74 വയസ്സായാലും ഈ പ്രായത്തിലൊക്കെ ആളുകൾക്കൊക്കെ അസുഖം ഉണ്ടാവേണ്ടതാണ്, പ്രഷർ ഷുഗറൊക്കെ. മനുഷ്യനല്ലേ എപ്പോ ഒരുപോലെ നോക്കും, എപ്പെങ്കിലും സൂക്കോടും വരൂലേ. ഞാനും ഒരു മനുഷ്യൻ തന്നെയല്ലേ. ഇപ്പം തണുപ്പ് തട്ടുന്നോണ്ടാണല്ലോ രോഗം. രാവിലെ വൈകുന്നേരം കളരിന്ന് കുറച്ചങ്ങ് തണുപ്പ് തട്ടുന്നത് ചുമ്മാനും പറഞ്ഞില്ല. ഷുഗർ ഇതുവരെ വന്നിട്ടില്ല. മധുരം കൂടുതലായി ഇപ്പം കഴിക്കുന്നത്. പായസവും കുടിച്ച് കാപ്പിയും കുടിച്ച് മധുരം നിങ്ങൾ എന്ത് തന്ന ഒക്കെ കഴിക്കും. അതിപ്പോ ദൈവത്തിന്റെ അടുത്തല്ലേ, അത്രയേ ഉള്ളൂ. ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ ഉണ്ടാവും. അതിന് ആരും എതിർപ്പുമില്ല, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ആരും എതിർപ്പുമില്ല. എത്രത്തോളം കളിക്കാൻ പറ്റുമോ അത്രത്തോളം കളിക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സാധിക്കട്ടെ എന്നൊക്കെ. ആണിനും പെണ്ണിനും കളരിയിൽ 2 കളിത്തട്ടില്ല. ജീവശാസ്ത്രപരമായി ആണ് പെണ്ണിനേക്കാൾ ശക്തമാണെന്ന ഒരു കള്ളശാസ്ത്രവും കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുമില്ല. ശരീരത്തിൻ്റെ കലയാണത്. ആയോധന മികവാണ് അളവുകോൽ. ഒപ്പം തന്നെ ആണിന് സംസ്കാരവും പെണ്ണിന് പ്രതിരോധവും കൂടി പകരുമ്പോൾ ശരിയായ സ്ത്രീ വിമോചനവും മീനാക്ഷി ഗുരുക്കളുടെ കളരിയിൽ നിന്നാകുന്നു. വടക്കൻ കേരളത്തിലെ ആൺവീരന്മാരെയെല്ലാം അങ്കക്കോഴികളാക്കി ആസ്വദിച്ച നാടുവാഴി രാഷ്ട്രീയം ഏതുകാലത്തും ഈ മണ്ണിന്റെ ശാപമാണ്. എന്നാൽ ആണധികാരത്തിനപ്പുറം ആയുധവും അഭ്യാസവുമെല്ലാം പെണ്ണിന്റെ കയ്യിലെത്തുമ്പോഴാണ് അതിവിടെ ശരിയായ വിമോചനത്തിനുള്ള വാളും പരിചയമാകുന്നത്. ഉണ്ണിയാർച്ചയുടെ കാലത്തിന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും കേരളത്തിലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് വഴി നടക്കാൻ സമരം ചെയ്യേണ്ടുന്ന കാലത്ത് അടവുകളും ചുവടുകളും അവർ മീനാക്ഷി ഗുരുക്കളിൽ നിന്നും പഠിക്കട്ടെ. കേരള എക്സ്പ്രസ് അടുത്തയാഴ്ച വീണ്ടും വരും. കാത്തിരിക്കുക. ശുഭയാത്ര.